ജഗദംബിക കുടികൊള്ളുന്ന അത്യപൂർവമായ ചൈതന്യ കേന്ദ്രമായ ആറ്റുകാൽ ക്ഷേത്രമുറ്റത്ത് ചന്ദ്രനും സൂര്യനുമായാണ് ഇവിടെ ദേവി വാഴുന്നതായി സങ്കല്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തിങ്കളെ ശരണം സൂര്യനെ ശരണം എന്ന മന്ത്രോച്ചാരണത്തോടെയാണ് ഭക്തജനങ്ങൾ ഭൂമിയിൽ നിൽക്കുന്നതായി കരുതുന്നത്. ഇവിടെ മൺകലങ്ങളിലെ പൊങ്കല തിളച്ചു പൊങ്ങുമ്പോൾ അതൊരാഘോഷത്തിൻ്റെ മാത്രമല്ല, എല്ലാ ആചാരങ്ങളുടെയും മനസ്സിലാഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളുടെയും തിളച്ചു പൊങ്ങലും കൂടിയാവുകയാണ് ഭക്തജനങ്ങൾക്ക്. പൊങ്കാല ഏതാണ്ട് പാകമായി കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ പൊങ്കാല അടുപ്പിൽ നിന്ന് മാറി വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വിശ്രമത്തിനോടൊപ്പം തന്നെ അവർ അമ്പലത്തിനുള്ളിൽ വന്ന് ദേവീ ദർശനം നടത്തുകയും വലം വെച്ച് തൊഴുത് തങ്ങളുടെ നേർച്ചകൾ നടത്തി വീണ്ടും പൊങ്കാല അടുത്തേക്ക് പോകുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 2:30 പൊങ്കാല നിവേദിക്കപ്പെടും. പണ്ടാര അടുപ്പിൽ ആദ്യം നൈവേദ്യം നടന്ന ശേഷം എല്ലാ പൊങ്കാലകളും ഒരേ സമയം തന്നെ നിവേദിക്കപ്പെടും. ശക്തി മന്ത്രങ്ങളുടെ ഉറക്കെയുള്ള പ്രവാഹമാണ് ഓരോ പൊങ്കാല നാളിലും ആറ്റുകാൽ പൊങ്കാല വ്യക്തമാക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം തത്സമയ സംപ്രേഷണത്തിലേക്ക് തിരിച്ചു വരാം. തിരുവനന്തപുരത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായാണ് ആറ്റുകാൽ ക്ഷേത്രം നിലകൊള്ളുന്നത്. വിവിധ ദേശത്തു നിന്നും അനന്തപുരിയിലെത്തുന്ന തീർത്ഥാടകർ ചൈതന്യ സ്വരൂപിണിയായ ആറ്റുകാലമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങാതെ മടങ്ങിയാൽ ആ തീർത്ഥാടനം പൂർണ്ണമാകില്ല എന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. നഗരപാർശ്വത്തിലൂടെ ഒഴുകുന്ന കരമനയാറിന്റെയും കൈവല്യ നദിയായ കിള്ളിയാറിന്റെയും സംഗമസ്ഥാനത്തിന് അല്പം വടക്കുമാറി വയലേലകൾക്കും തെങ്ങിൻ തോപ്പുകൾക്കും മധ്യയാണ് ഈ ആറ്റുകാൽ ക്ഷേത്രം. ദക്ഷിണ ഭാരതത്തിലെ ചിരപുരാതന ക്ഷേത്രങ്ങളിലൊന്നായി ആറ്റുകാൽ ദേവീക്ഷേത്രം കണക്കാക്കപ്പെടുന്നു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ ശില്പചാരുതയിൽ ഏറ്റവും മികച്ചതായി ആറ്റുകാൽ ക്ഷേത്രത്തിലെ ശില്പഭംഗി നമുക്ക് കാണാവുന്നതാണ്. തമിഴകത്തിന്റെയും കേരളത്തിന്റെയും ശില്പകല സമന്വയിപ്പിച്ചിട്ടുള്ളതാണ്